നിങ്ങളെ രണ്ടുപേരെ വെച്ച് ഷോ തുടങ്ങാൻ പറ്റില്ലല്ലോ. വേണമെങ്കിൽ പറ്റും. പറ്റില്ല. അല്ല വേണമെങ്കിൽ പറ്റൂടാ. പക്ഷെ നമുക്ക് ഈ ഒരു സീറ്റ് ഉള്ള ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥിതിക്ക് അതെ, അവിടെ ഒരാളിനെ കിട്ടിയ നല്ല മനുഷ്യനാണ്. മനോജേട്ടൻ വന്ന് ഭയങ്കര തകർത്ത് പോയി. അതുപോലെ ഒരാളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആരാ വരാൻ പോയെന്ന് അറിയണ്ടേ? പിന്നെ തീർച്ചയായിട്ടും തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ഒരു സംഗീത വിദ്വാൻ, സിംഗറാണ്, കമ്പോസറാണ്, ഓർക്കസ്ട്ര, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കാൻ ഒരാളാണ്. മനസ്സിലായോ? ഇനി ഒരുപാട് ഇൻട്രൊഡക്ഷൻ വേണോ? കാരണം ഒരേ ഒരാളെ ഉള്ളൂ, ഒരു മനുഷ്യനേ ഉള്ളൂ, ഒരേ ഒരാളെ ഉള്ളൂന്ന്. ശരത് സാറിനും മഞ്ജരി ചേച്ചിക്കും എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീറാം സാർ, പാലക്കാട് ശ്രീറാം സാറിനെ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം ശ്രീരാമ. നമസ്കാരം സർ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ എന്ന് പറയാം അല്ലേ? സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫ്ലോറ് പുതിയതല്ല സാറിന്. അതെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ദ്രചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ സാർ, അന്നത്തെ ഓർമ്മകളൊന്ന് നമ്മളോട് ഷെയർ ചെയ്യാം. അന്നത്തെ സൂപ്പർ സ്റ്റാറിന്റെ വളരെ വളരെ മധുരിക്കുന്ന ഓർമ്മകളാണ്. ശരത്തേട്ടൻ്റെ കൂടെയും നമ്മുടെ ജയേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു സൂപ്പർ സ്റ്റാർ വിത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ. എപ്പോഴും മ്യൂസിക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഫ്ലോർ. കുട്ടികളെ ഗ്രൂം ചെയ്തോണ്ടേയിരുന്നു അല്ലേ സാർ? അതെ, കുട്ടികളുടെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ളൊരു പ്രത്യേക പൊസിഷനായിരുന്നു അന്ന്. അതെ. അതിനുശേഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എസ്പെഷ്യലി അവർ ബിലവഡ് ബ്രദേഴ്സ് ഓർക്കസ്ട്ര. എന്തോ ഒരു എന്താ പറയാ, വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന പോലെ ഒരു ഫീലിംഗ്. അതെ. ശരത് സാർ, നിങ്ങൾ ഒന്നിച്ച് എത്ര പടങ്ങളാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? പിന്നെ ശ്രീറാം, നമ്മൾ ചെന്നൈ അല്ലേ, അപ്പൊ നമ്മൾ അവിടെ ചെന്നൈയിൽ മിക്കവാറും ഞങ്ങൾ കണ്ട് ഈ സംഗീതത്തിനെ പറ്റി അല്ലാത്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ പറയും. അപ്പോൾ അത് കാര്യം എല്ലാ ഇൻസ്ട്രുമെൻസും എല്ലാം അത് ഇപ്പം ശ്രീറാം അത് വായിക്കുന്ന പോലെ വേറെ ആർക്കും വായിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ജ്ഞാനസ്ഥനാണ്. പിന്നെ അസാധ്യമായിട്ട് പാടും, അത് ചുമ്മാ കൂളായിട്ട് നിന്ന് പാടും. അപ്പോൾ എനിക്ക് തന്നെ നമ്മുടെ റിപ്പോർട്ടർ എന്നുള്ള ഫിലിമിൽ വാർമതി എന്നൊരു പാട്ട്, അത് ശ്രീറാം അല്ലാതെ വേറെ ആരും അത് പാടിയിട്ടുമില്ല. അപ്പോൾ അതുപോലെ തന്നെ തത്സമയം ഒരു പെൺകുട്ടിയിൽ ഓ തിങ്കൾ പക്ഷി, അതും ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് ശ്രീറാമിൻ്റെ റേഞ്ചിന് പറ്റിയ ഒരു പാട്ടാണ് വെച്ച് കീറി പാടി തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ സന്തോഷം ശ്രീറാമ, വളരെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കണം. അതായത് ശരത്തേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പെട്ടെന്നൊരു പേടി തോന്നുന്ന എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ കയറി പാട്ട് പാടാനാണെങ്കിലും ശരി, സെഷനിൽ ഫ്ലൂട്ട് വായിക്കാനാണെങ്കിലും ശരി, അതിന് മുമ്പ് കുറച്ച് പേടിയുണ്ടാവും. പക്ഷേ ആ സ്റ്റുഡിയോക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തന്ന് ഒരു എന്താ പറയുക, ഒരു LKG ലെസൺ പോലെ അത്രയും സുലഭമായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു ബ്രില്യൻറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. അതായത് കോംപ്ലിക്കേറ്റ് ചെയ്ത് ഒരു മ്യൂസിക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാനാണ് ഏറ്റവും കഷ്ടം. അതിൽ ശരത്തണ്ണാച്ചി ദി ബെസ്റ്റ്. ആൻഡ് അത് മാത്രമല്ല, അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു സുഖം, അത് കൂടെ ഐ ആം സോ ലക്കി, സോ പ്രിവിലേജ്ഡ് എന്ന് വേണം പറയാൻ. ഇങ്ങനെയുള്ളൊരു മ്യൂസീഷ്യൻ്റെ കൂടെ നമുക്ക് തൊട്ടടുത്ത് വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം. എസ്പെഷ്യലി എനിക്ക് പാട്ട് പാടാൻ കൂടെ ഞാൻ അത്ര ഒരു ഇതായിട്ട് പറയില്ല. ഫ്ലൂട്ട് വായിക്കാൻ വൺ അമംഗ് ദ ടഫസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ് എൻ്റെ അറിവിൽ. കാരണം അദ്ദേഹം പാടി വയ്ക്കും, ആ പാടി വയ്ക്കുന്നത് അതുപോലെ നമ്മൾ വായിക്കണം. അപ്പോൾ ഫ്ലൂട്ടിൽ മിക്കവാറും ഇതൊക്കെ ബെൻഡായി പോവും സംടൈം. ഇത് മറ്റേ ബാമ്പു ഒക്കെ ബെൻഡായി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിംഗിങ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്ലൂട്ട് തന്നെ റെഡിയാക്കി. കാരണം അത്രയും മാറ്റി വായിക്കും. മാത്രമല്ല, വൺ അമംഗ് ദ ബ്രില്യൻറ്റ് ഫ്ലോട്ടിസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബ്രദർ മിസ്റ്റർ കമലാകർ, ഹി യൂസ് ടു പ്ലേ എ ലോട്ട്. അപ്പോൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിനെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതൊക്കെ പറഞ്ഞാൽ തീരില്ല അണ്ണൻ്റെ വൈഭവങ്ങളെ കുറിച്ച്. ബട്ട് അതിനേക്കാൾ വളരെ ലൈറ്ററായിട്ട് എടുക്കും. ഇപ്പം എനിക്കൊരു മറ്റേ ബലം പിടിക്കലൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഫ്ലോറിൽ ഒരു എന്താ പറയുക, നല്ല സംഗീതം പൊഴിക്കുന്ന ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഞങ്ങളും അവരുടെ കൂടെ ആസ്വദിക്കാൻ റെഡിയാണ്. മഞ്ജരി ചേച്ചി. ശ്രീറാം സർ, നമസ്കാരം. ഒരുപാട് സന്തോഷം സാറിന് ഇന്ന് ഇവിടെ കാണുമ്പോൾ.
ഞാൻ സാറിനോടൊപ്പം പല വേദികളിൽ പാടിയിട്ടുണ്ട്. പിന്നെ സാറ് പാടുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 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 ഹീസ് എ ലെജൻഡ്. കാരണം ഒരുപാട് സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നു. വാദ്യോപകരണങ്ങളായാലും സംഗീതമായാലും അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരാളെ ഇവിടെ ഇന്ന് സൂപ്പർ സ്റ്റാറിൽ കൊണ്ടുവന്നതിൽ ഞാൻ ശരിക്കും സൂപ്പർ സ്റ്റാറിനോട് നന്ദി പറയാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അഡ്മയർ ചെയ്യുന്ന ഒരു മ്യൂസിഷ്യൻ കൂടിയാണ് ശ്രീറാം സർ. അപ്പം അദ്ദേഹത്തോടൊപ്പം ഇന്ന് ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കാം. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനും പറഞ്ഞു കൊടുക്കാനും ഇവിടെ നമ്മുടെ ശ്രീറാം സാർ ഉണ്ടാവും. താങ്ക് യു സർ. താങ്ക് യു. മഞ്ജരിയുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മെസ്സേജ് വരും. അതെ, ആ രാഗത്തില് കുറച്ചൊന്ന് സ്വരം പാടി തരൂ, അങ്ങനെയുള്ള ചില ഇടിമിന്നൽ പോലത്തെ മെസ്സേജ് ഒക്കെ. അതെ, ചില ടഫായിട്ടുള്ള രാഗങ്ങളുണ്ട്. അപ്പൊ എനിക്കത് സാറിന്റെ അടുത്ത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ഇങ്ങനെ അങ്ങനെ ചില സമയത്ത് നമ്മൾ സംസാരിച്ച് പോവാറുണ്ട് രാഗങ്ങളെ പറ്റിയൊക്കെ. അപ്പൊ ആവുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യും.